ജിൻഡോ ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട 20 ദിനങ്ങളാണ് കടന്നു വരുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് മതി ജിൻഡോയെ പുറത്താക്കും. ഇനി തെറ്റ് ജിൻഡോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലെങ്കിൽ തെറ്റ് വരുത്താനുള്ള എല്ലാ പണികളും അവർ ചെയ്യും. ഇനി അതും ശ്രമിച്ച് നടന്നില്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ കൊണ്ട് അതിനുള്ള എല്ലാ പണിയും ചെയ്യിപ്പിക്കും. എങ്ങനെ നോക്കിയാലും 70 ദിവസത്തിനുള്ളിൽ 70-ാം നാൾ ജിൻഡോയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ പരിപാടികളും നടക്കും. ഇത് ചുമ്മാ ഒരു ഊഹം പറയല്ല, തെളിവുകൾ സഹിതം പറയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സീസൺ 1 സാബുമോൻ വിജയിക്കുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് സാബുമോൻ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയത്. അതായത് പേളിമണി വിജയിക്കുമെന്നാണ് ഒരു ബിഗ് ബോസ് സംഘാടകർ വരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ എല്ലാം മറിയുകയും സാബുമോൻ വിജയിക്കുകയുമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ആ 100-ാം ദിനം വരെ സാബുമോൻ അവിടെ നിൽക്കില്ലായിരുന്നു. സീസൺ 2 രഞ്ജിത്ത് കുമാർ 70-ാം ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് എന്ത് കാരണം കൊണ്ടായാലും അത് ഇറക്കേണ്ട രീതി അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. ഇനി സീസൺ 4 റോബിൻ 70-ാം ദിവസം റോബിൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. റോബിൻ ചെയ്ത ഫിസിക്കൽ അസേൾട്ടും ജാസ്മിൻ ചെയ്തതും ഏകദേശം ഒരുപോലെയാണ്. നോക്കിയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ റോബിനെ പുറത്താക്കി, ജാസ്മിനെ പുറത്താക്കില്ല. എന്തുകൊണ്ട്? പ്രേക്ഷകർ ചിന്തിച്ച് നോക്കുക. ഇനി ഈ തവണ നമ്മുടെ ജിൻഡോയെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഇതിൽ ജിൻഡോയെ പുറത്താക്കാൻ അവർ ഇറക്കാൻ പോകുന്ന മെയിൻ കാരണം ഒന്നാമത്തത് വുമൺ കാർഡായിരിക്കും. അത് ഏറ്റില്ലെങ്കിൽ രണ്ടാമത്തത് ഏതെങ്കിലും ഫിസിക്കൽ ടാസ്കിൻ്റെ ഇടയിൽ അറ്റാക്ക് ചെയ്തു, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി എന്ന കാരണം കൊണ്ട് പുറത്താക്കും. വീട്ടുകാരെല്ലാവരും ജിൻഡോയെ പുറത്താക്കാനുള്ള പഠിച്ച പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജിൻഡോയെ എങ്ങനെയും പുറത്താക്കിയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് ഏത് ചെറ്റപ്പ് രീതിയിലായാലും അവർ പുറത്താക്കാൻ ശ്രമിക്കും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അതിനുള്ള എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞ 2-3 ദിവസം നടത്തിയതും നമ്മൾ കണ്ടതാണ് സിജോയുടെ നേതൃത്വത്തിൽ. അപ്പോൾ വുമൺ കാർഡ് ഇറക്കി ജിൻഡോയെ പുറത്താക്കാനുള്ള ശ്രമം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് ഈ വരുന്ന 20 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം എടുത്തിട്ട് നടത്തും. അതിൽ ചെറിയൊരു കാര്യം മതി. ആ ചെറിയ കാര്യം ആരെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് പിടിച്ച് കയറിയിട്ട് ജിൻഡോ എങ്ങനെയും പുറത്താക്കും. കാരണം ജിൻഡോയ്ക്ക് പ്രേക്ഷക പിന്തുണ കൂടുതലാണ്. ജിൻഡോ ഇങ്ങനെ പോയാൽ വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ജിൻഡോയെ ഒരിക്കലും പുറത്താക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കാത്ത ഒരാളെ വിജയിപ്പിക്കാനുള്ള എല്ലാ പണിയും നോക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി ജിൻഡോ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കളിക്കേണ്ട 20 ദിനങ്ങളാണ് വരുന്നത്. ഈ 20 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് മതി, എല്ലാം കയ്യിൽ നിന്ന് പോകും. ഇനി അഖിൽമാരാരുടെ കാര്യം പറയാം. ഒരിക്കലും അഖിൽമാരെ അവിടെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല. നമുക്ക് നോക്കാം കഴിഞ്ഞ സീസണിൽ എന്താ സംഭവിച്ചത്. 70-ാം ദിവസം ആ ടൈമിലായിരുന്നു റോബിൻ, രഞ്ജിത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ്, ഇവരൊക്കെ എന്തിനാണ് ഇറക്കിയത്? എങ്ങനെയെങ്കിലും അഖിൽമാരെ പുറത്താക്കാൻ, അത് ഫിസിക്കൽ അസോൾട്ടോ വേറെ എന്ത് രീതിയായാലും പുറത്താക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ അതിനുള്ളിലേക്ക് കയറ്റിവിട്ടതും. പക്ഷേ അത് അഖിൽമാരാർ ബുദ്ധി പ്രയോഗിച്ച് കളിച്ചതുകൊണ്ട് അദ്ദേഹം പുറത്തായില്ല. അദ്ദേഹം അവിടെ നിന്നു, അദ്ദേഹം വിജയിച്ചു. കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിജയിക്കണമെന്ന് ഇതിൻ്റെ സംഘാടകരോ ആരും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അഖിൽമാരാർ വിജയിച്ചു. അതാണ് പറയുന്നത്. അതിനെ മറികടന്ന് വരാൻ കഴിയണം ജിൻഡോയ്ക്കും. അതിന് കഴിഞ്ഞ് വന്നാൽ മാത്രം ജിൻഡോ വിജയിക്കും. പക്ഷേ ഇനിയുള്ള 20 ദിവസം ജിൻഡോയ്ക്ക് വളരെ ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ 70-ാം നാൾ ജിൻഡോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ പോക്കും.